നമ്മുടെ മാവേലിക്കരയിലെ സീറോ ഗ്രാവിറ്റിയിലെ ഷീബയും പിള്ളേരും ഇന്ന് നമുക്കായി അവതരിപ്പിക്കാൻ പോകുന്നത് യമഹയുടെ ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് അസംബ്ലി ആണ്. നമുക്ക് ഇന്ന് ഡിസ്ക് അസംബ്ലിക്കകത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഈ ഒരു ബോക്സിനകത്താണ് ഡിസ്ക് അസംബ്ലി വന്നിരിക്കുന്നത്. ഈ ഒരു ബോക്സിനകത്ത് വന്നിരിക്കുന്ന സാധനം നമുക്ക് ഡിസ്കിന്റെ പ്ലേറ്റ് വന്നിട്ടുണ്ട്, അതേപോലെ ഹബ്ബ് വന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ നമ്മുടെ ഹബിനുള്ളിലത്തെ ഫെൽറ്റ് വാഷർ, അതേപോലെ അതിന്റെ സ്പേസർ, വീൽ ബെയറിങ്, പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കേബിൾ വന്നിട്ടുണ്ട്, അതേപോലെ ഫ്ലൂഡിന്റെ ട്യൂബ് വന്നിട്ടുണ്ട്, MC ഫുള്ള് വന്നിട്ടുണ്ട്, പിന്നെ ആക്സിൽ വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് സാധനം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടം ട്യൂബ്, മെയിൻ ട്യൂബ്, അതേപോലെ തന്നെ നമ്മുടെ ടീയും കൂടെ ഉണ്ട്. അതിൻ്റെ കൂടെ ടീ വന്നിട്ടുണ്ട്, പിന്നെ ക്യാലിപ്പർ. നമുക്കിതിൽ ആകെ ചെയ്യാനുള്ളത് ഒരു റിമ്മ് വാങ്ങിക്കുക, അതിനെ ഹബിലോട്ട് കൊരുത്ത് കയറ്റുക. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഒരു ഡിസ്ക് ബ്രേക്കിന്റെ കിറ്റിനകത്ത് വരുന്നത്. അതാണ് ശിവ. മക്കൾ രണ്ടുപേരുണ്ടായിരുന്നു, അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്ലാഡിയേറ്ററിന്റെ ദിക്കിൽ വരുന്ന ഡിസ്പ്ലേ നമ്മൾ ഈ വണ്ടിയിലാണ് സെറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ റിസ്റ്റോർ ചെയ്ത് തീർന്ന ഒരു വണ്ടിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്ക് സാധനം സെറ്റ് ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാൻ ഫിക്സ് ചെയ്യുമ്പം ചെറിയ മാറ്റങ്ങളുണ്ട്. മെഷർമെൻറ്റിനകത്ത് കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ഏത് സാധനങ്ങൾ മേടിച്ചാലും ക്വാളിറ്റിയെക്കാട്ട് ഉപരി അതിൻ്റെ മെഷർമെൻറ്റാണ് വ്യത്യാസം. മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സാധനം ഒരുപാട് കാലം ഓടും, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക അതിൻ്റെ ഒറിജിനലായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വന്ന രണ്ട് വ്യത്യാസങ്ങൾ വന്ന ആ വ്യത്യാസങ്ങൾ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ ഡിസ്ക് മേടിച്ച് കയറ്റുമ്പോഴത്തേക്ക് ഇത് റെഡി ഫിറ്റാന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് കിട്ടാൻ ചെറിയ പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് കയറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രശ്നങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് അബ്സറിനകത്ത് വരുന്ന സ്പ്രിങ് 2 സ്പ്രിങ്ങാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ടെൻഷൻ കുറവാണ്, നമുക്ക് റിട്ടേൺ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഒരു സ്പ്രിങ് മാറ്റിയിട്ട് ലെങ്തുള്ള സ്പ്രിങ് ഇട്ടിട്ട് അതിലെ ലെങ്ത് കുറഞ്ഞ സ്പ്രിങ്ങിന് പകരം സ്പേസർ ട്യൂബ് കട്ട് ചെയ്തിടാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ വണ്ടികളുടെ സ്പേസറും സ്പ്രിങ്ങും ആഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പേസർ എടുത്തിട്ടാലും മതി. നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത് വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത് കറക്റ്റ് ചെയ്യുക. അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലിപ്പർ സെറ്റിങ്ങിനകത്ത് ഒരു MM വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കാലിപ്പറിൽ നിന്ന് 1/2 mm നമ്മുടെ ബോട്ടം ട്യൂബിൽ നിന്ന് 1/2 mm ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ സാധനം പക്ക ഫ്രീ ആണ്, വർക്കിങ്ങും പക്കയാണ്. മാസ്റ്റർ സിലിണ്ടർ കിറ്റ് ആണെങ്കിലും കാലിപ്പർ യൂണിറ്റ് ആണെങ്കിലും പക്ക വർക്കിംഗ് ആണ്. 2 വ്യത്യാസമാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയത്. 2 വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങി കയറ്റുന്നവർ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് വരുന്ന നമുക്ക് വരുന്ന ഇതിൻ്റെ പ്രൈസ് 13,600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്.